ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ പ്രിയരെ, സന്തോഷം ആഗ്രഹിക്കാത്ത ആരാ ഈ ഭൂമിയിലുള്ളൂ? മരണം വരെ സന്തോഷിക്കാൻ, ആനന്ദിക്കാൻ നമ്മൾക്കൊക്കെ ഇഷ്ടമാണ്. എന്നാൽ ദുഃഖങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. ഇന്ന് തിരുസഭാ മാതാവ് ധ്യാന വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത് ഈ നിലനിൽക്കുന്ന സന്തോഷത്തിൻ്റെ തിരുവചന സന്ദേശമാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങളിൽ ഈശോ പറയാണ്, ഇപ്പോൾ നിങ്ങളൊക്കെ ദുഃഖിതരാണ്, പക്ഷേ നിങ്ങളുടെ ഈ ദുഃഖം സന്തോഷമായിട്ട് മാറും. പുതിയ വാഹനങ്ങൾ മേടിച്ചിട്ടുള്ളവരാണ് നമ്മളൊക്കെ. പലർക്കും വാഹനമുണ്ട്, അല്ലെങ്കിൽ വാഹനത്തെക്കുറിച്ചൊരു ചിന്ത മനോഹരമായിട്ട് ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം. ഒരു പുത്തൻ വാഹനം നമ്മൾ മേടിച്ചു, അതിൻ്റെ ആദ്യ ദിവസങ്ങളിൽ കഴുകി മിനുക്കി മനോഹരമാക്കി നമ്മളത് വെഞ്ചരിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ വെഞ്ചരിക്കാൻ വേണ്ടി നല്ല നിലമൊക്കെ ഒരുക്കി വൃത്തിയാക്കി നമ്മൾ കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ച് ഒരു പാവപ്പെട്ട ആൾ കൈനീട്ടി. നോക്കുമ്പോൾ നിറയെ മുഷിഞ്ഞ് നാറിയ ഒരു വസ്ത്രമാണ്. കണ്ടാൽ ഒരു 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 കൊള്ളില്ലാത്ത ലുക്കാണ്. ശരീരത്തിലൊക്കെ ചെളിയാണ്. കണ്ടാൽ തന്നെ നമുക്കറിയാം അത് ദുർഗന്ധമുള്ളൊരു ശരീരമാണ്. നമ്മൾ വെഞ്ചരിക്കാൻ കൊണ്ടുപോകുന്ന വാഹനമാണ്. അതുകൊണ്ട് തന്നെ ആ കൈനീട്ടിയ ആളുടെ മുമ്പിൽ നമ്മൾ മൈൻഡാക്കാതെ പോകും. കാരണം എന്താണ്? അദ്ദേഹത്തെ ഉള്ളിൽ കയറ്റിയാൽ വണ്ടിയിൽ ചെളിയാകും, വണ്ടി മണക്കും, പിന്നെ അത് കഴുകേണ്ടി വരും, സമയം പോകും. അങ്ങനെ ഒത്തിരി കാരണങ്ങളുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവരെ മൈൻഡാക്കാതെ നമ്മൾ വിട്ടുപോകും. അങ്ങനെ അവിടെ ചെന്ന് മനോഹരമായിട്ട് വാഹനമൊക്കെ വെഞ്ചരിച്ച് നല്ല സന്തോഷത്തിലാണ് നമ്മൾ. ഈ സന്തോഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അങ്ങ് കടന്നുപോകും. കാരണം എന്താണ്? ഈ പുതുമയുടെ സന്തോഷം ആ വാഹനം പഴകുന്നതനുസരിച്ച്, ആ വാഹനത്തോട് നമ്മൾ ഒന്നാകുന്നതനുസരിച്ച് ആ വാഹനം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സന്തോഷം പയ്യെ പയ്യെ അസ്തമിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഈ കടന്നു പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു മനുഷ്യൻ കൈനീട്ടുമ്പോൾ ഒരു വേള ഒന്ന് മനസ്സ് വേദനിച്ചിട്ട് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തെ വാഹനത്തിൽ കയറ്റുന്നു. അദ്ദേഹം ആഗ്രഹിക്കുന്നിടത്ത് അദ്ദേഹത്തെ കൊണ്ട് ഇറക്കി വിടുന്നു. അതിനുശേഷം ചീറിപ്പാഞ്ഞ് വൈദികൻ്റെ അടുത്ത് എത്തുക. കാരണം സമയം പോയി, അച്ഛൻ പറഞ്ഞ സമയം അതിക്രമിച്ചു. എന്നാലും സാരമില്ല എന്നോർത്ത് പെട്ടെന്ന് ഓടിച്ചെന്ന് അച്ഛൻ്റെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, നീ എവിടെ പോയി കിടക്കുകയായിരുന്നു? അപ്പോൾ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ അത്യാവശ്യമായിട്ടൊരു കാര്യം ചെയ്യേണ്ടി വന്നു, താമസിച്ചു പോയി. ഇനി വെഞ്ചരിക്കാൻ തുടങ്ങി വാഹനം തുറക്കുമ്പോഴാണെങ്കിൽ പെട്ടെന്നൊരു ദുർഗന്ധം അതിനകത്ത് നിന്ന് വരികയാണ്. അതിനകത്ത് ഈ മനുഷ്യൻ കയറിയതിൻ്റെ ചെളിയും അവശിഷ്ടമൊക്കെ അവിടെ കിടക്കുക. അങ്ങനെ ഒരു അസ്വസ്ഥതയുള്ള ഒരു വാഹനത്തെയാണ് വൈദികൻ വെഞ്ചരിക്കുക. അപ്പോൾ ചോദിക്കുകയാണ്, നീ ഇത് കഴുകിയില്ലേ? അപ്പം പറയാം, അച്ഛൻ സമയം കിട്ടിയില്ല, അല്പം തിരക്കായിരുന്നു. അങ്ങനെ ഈ വാഹനം വെഞ്ചരിച്ച് കഴിയുമ്പോൾ ഈ മകന് കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്, നിലനിൽക്കുന്ന ഒരു സന്തോഷം. ഇവൻ പറഞ്ഞതൊക്കെ അവനെയാണ് തെറ്റാക്കി അവൻ അച്ഛൻ്റെ മുമ്പിൽ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുക. സമയം കിട്ടിയില്ല, വേറെ അത്യാവശ്യം ഉണ്ടായിരുന്നു, കഴുകാൻ പറ്റിയില്ല. പക്ഷെ അവനറിയാം, കാരണം എന്താണ്? കഴുകിക്കൊണ്ട് വന്ന വാഹനമാണ്. പക്ഷേ വഴിയിൽ കൈനീട്ടി നിൽക്കുന്ന ഒരു വേദനിക്കുന്ന ഒരു മകനെ വാഹനത്തിൽ കയറ്റി അവനെ കൊണ്ടുവിടേണ്ട ഒരു സ്ഥലത്ത് കൊണ്ടുവിടേണ്ടി വന്നു. പിന്നെ എന്താണ്? ആ വാഹനത്തിൽ ആ ദുർഗന്ധമുള്ള അശുദ്ധമായ ആ മനുഷ്യൻ കയറിയതുകൊണ്ട് ദുർഗന്ധം ഉണ്ടായി, അല്പം വൃത്തിഹീനമായിരുന്നു. പക്ഷെ ഇതൊക്കെ അവൻ്റെ കുറ്റമായിട്ട് അവൻ ഏറ്റെടുക്കുക. പക്ഷെ അവനറിയാം എന്താണ് കാരണമെന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ആനന്ദം ഒരിക്കൽ പോലും ആർക്കും അവനിൽ നിന്ന് എടുത്തു കളയാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താണ്? അവൻ ചെയ്തൊരു നന്മയുടെ ആനന്ദമാണ് അവൻ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. അത് മരണം വരെ അവൻ്റെ ഉള്ളിലുണ്ടാകും. കാരണം എന്താ? അത് ഒരിക്കലും പഴകിപ്പോകില്ല. അതെന്നും പുതുമയാണ്. അവൻ കൊടുത്ത ഒരു സന്തോഷം, അവൻ കൊടുത്ത അവൻ്റെ സമയം, അവൻ കൊടുത്ത അവൻ്റെ വാഹനം, അവൻ ചേർത്ത് പിടിച്ച ആ വേദനിക്കുന്ന മനുഷ്യൻ, അതെന്നും അവൻ്റെ ആനന്ദമായിട്ട് മാറുകയാണ്. ഇതാണ് നിലനിൽക്കുന്ന ആനന്ദം. ശിഷ്യന്മാർക്ക് പറ്റിയ പരാജയം അതാണ്. ഈശോ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർ സന്തോഷിച്ചു. കാരണം എന്താണ്? എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, എപ്പോൾ അത്ഭുതങ്ങൾ കാണിച്ചു തരുന്ന വലിയ മനുഷ്യൻ്റെ മുമ്പിലായിരിക്കുന്ന ശിഷ്യന്മാർ വലിയ സന്തോഷത്തിലായിരുന്നു. പക്ഷേ അവർക്ക് ആനന്ദമില്ല. എന്താ കാരണം? ഈശോ മരിച്ചു കഴിഞ്ഞപ്പോൾ അവർ പഴയ ജീവിതത്തിലേക്ക് പോയെന്ന് പറയും. പഴയ വള്ളവും വലയൊക്കെ എടുത്ത് അവർ പോയി. കാരണം എന്താണ്? അവർ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ സ്നേഹിച്ചിരുന്നു. അവൻ്റെ സന്തോഷത്തിൽ അവർ സന്തോഷം കണ്ടെത്തിയിരുന്നു. പക്ഷേ യഥാർത്ഥമായ ആനന്ദത്തിലേക്ക് ആ ശിഷ്യന്മാർ വളർന്നില്ല. അപ്പോഴാണ് പരിശുദ്ധ അമ്മ പറയും, മക്കളെ വാ, നിങ്ങളിങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ നമുക്ക് ഒരുമിച്ചിരിക്കുക. ഈശോ പറഞ്ഞില്ലേ, ഞാൻ പോയാൽ നിങ്ങളെ സഹായിക്കാൻ ഒരു ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് നൽകാം. അവൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. അങ്ങനെ പേടിച്ച്
വരണ്ടിരിക്കുകയാണ്. കതക് പൂട്ടിയിരിക്കുക എന്ന് പറഞ്ഞ് കതക് പൂട്ടി വരണ്ടിരുന്ന ആ മക്കളുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ആത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, യഥാർത്ഥ ആനന്ദത്തെ അവർക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നിനും അത് എടുത്തു കളയാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, യഥാർത്ഥമായ ആനന്ദം ഒരിക്കലും നിങ്ങളിൽ നിന്ന് ആരും എടുത്തു മാറ്റില്ല. ഭൗതികമായി കിട്ടുന്നതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകും. പക്ഷേ യഥാർത്ഥ ആനന്ദത്തെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആർക്കും അത് എടുത്തു മാറ്റാൻ പറ്റില്ല. അതാണ് വിശുദ്ധരുടെയൊക്കെ ജീവിതം. ഈശോയെ യഥാർത്ഥമായി ഈശോയെ ആരാണെന്നും ഈശോയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവരെ ആർക്കും എടുത്തു മാറ്റാൻ പറ്റുന്നില്ല. കാരണം എന്താ? ഒരു രക്തസാക്ഷിത്വത്തിനും അവരുടെ ജീവിതത്തെ തകർത്ത് കളയാൻ പറ്റിയിട്ടില്ല. അതാണ് ആനന്ദം. മരണത്തിൻ്റെ മുമ്പിലും ഈശോയെ ഹൃദയത്തിലുള്ള ഒരു മനുഷ്യന് അത് എടുത്തു കളയാനായിട്ട് പറ്റില്ല. അതാണ് ആനന്ദം. മരിക്കാൻ പോകുമ്പോഴും ദൈവമേ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയാൻ കഴിയുന്ന ആത്മാവിൻ്റെ ബലത്തിൻ്റെ പേരാണ് ആനന്ദം. നിലനിൽക്കുന്ന സന്തോഷം എന്നൊക്കെ പറയും. മറ്റേതൊക്കെ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടും, അത് കുറച്ച് പോകും. പുതിയ വസ്ത്രം മേടിക്കും, അത് തീർന്നു പോകും. ഒരു വാഹനം മേടിക്കും, അത് തീർന്നു പോകും. ഒരു ജോലി കിട്ടിക്കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ സങ്കടം, പണം കിട്ടിക്കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് വേദനയായി മാറും. പക്ഷേ യഥാർത്ഥമായ ക്രിസ്തുവിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ സന്തോഷം ആർക്കും നമ്മൾ എടുത്തു പറ്റാം. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ കിട്ടിക്കഴിയുമ്പോൾ മരിക്കാൻ പോലും തയ്യാറാകുന്നത്. ജീവിതം അല്ലേ, ചിലരൊക്കെ പാതി വഴിയിൽ വലിയ ജോലിയൊക്കെ നഷ്ടപ്പെടുത്തി പൗരോഹിത്യത്തിലേക്ക് സന്യാസത്തിലേക്കൊക്കെ വരുന്നത് ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഏത് ചില കുഞ്ഞുങ്ങൾക്കൊക്കെ ക്യാൻസർ ഉണ്ടായി കഴിയുമ്പോൾ അപ്പന്മാരെ സ്വീകരിക്കുന്നതിന് ക്രിസ്തുവിനെ കിട്ടിക്കഴിഞ്ഞതുകൊണ്ടാണ്. ചില രോഗങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ നമുക്കത് സ്വീകരിക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. അത് ക്രിസ്തുവിനെ കിട്ടിക്കഴിയുമ്പോൾ. അല്ലെങ്കിൽ എല്ലാം പരാതികളും പരിഭവങ്ങളുമാകും, സങ്കടമാകും, വേദനയാകും, എല്ലാത്തിനെയും കുറിച്ചും ആകുലപ്പെട്ടുകൊണ്ടേയിരിക്കും. നമുക്കൊരു ഉണർവുണ്ടാകില്ല, ഉന്മേഷം ഉണ്ടാകില്ല. എപ്പോഴും മ്ലാനവദനായിട്ട് നമ്മുടെ മുഖം അവശേഷിക്കും. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായ ഈ സന്തോഷം അതാരും നിങ്ങൾ എടുത്തു കളയാൻ പാടില്ല. അതുകൊണ്ടാണ് പരിശുദ്ധാമ്മയോടൊപ്പമായിരുന്നുകൊണ്ട് അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ ലോകത്തിൻ്റെ ഓരോ കോണുകളിലും യേശുവിനെ സാക്ഷ്യമായി തീർന്നു. പിന്നീട് ആർക്കും അവരെ തകർക്കാനായിട്ട് കഴിയില്ല. നമ്മുടെ ജീവിതം അങ്ങനെ ആകട്ടെ. യേശുവിനെ നേടുക എന്നുള്ളതാണ്. നമുക്ക് ഭൗതികമായി ഒത്തിരി പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ട്. പക്ഷേ യഥാർത്ഥമായ ക്രിസ്തു ആരാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ശൈലിയൊക്കെ മാറും. ദൈവമേ, നീ തന്നതിനൊക്കെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. നമ്മുടെയൊക്കെ ദേവാലയത്തിൽ പോകുമ്പോൾ നമ്മൾ ചോദ്യം ചോദിക്കില്ല, എന്തിനാ അമ്മ പള്ളിയിൽ പോകുന്നതെന്ന് ചോദ്യം ചോദിക്കില്ല. കാരണം എന്താണ്? ഒറ്റ കാര്യത്തിൽ നമ്മൾ പള്ളിയിൽ പോകുന്നത് യേശുവിനെ കിട്ടാൻ വേണ്ടി, യേശുവിനെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ എല്ലാം ഭൗതികമായ അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ തലം പോലും അങ്ങ് മാറിപ്പോകും യേശുവിൻ്റെ യഥാർത്ഥ ആനന്ദത്തെ ലഭിച്ചു കഴിയുമ്പോൾ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ യഥാർത്ഥമായ ആനന്ദത്തെ എനിക്ക് നൽകണം. ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത, ഒരു മരണത്തിൻ്റെ മുമ്പിലും ഒരു രോഗത്തിൻ്റെ മുമ്പിലും ഒരു ദാരിദ്ര്യത്തിൻ്റെ മുമ്പിലും പരാജയപ്പെട്ടു പോകാൻ കഴിയാത്ത യഥാർത്ഥ ആനന്ദമായ ക്രിസ്തുവിനെ എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.